നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. പഠന സമയത്ത് തന്നെ ഒരു സംരംഭം ആരംഭിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. എൻ്റെ തന്നെ കോളേജിലെ ഫസ്റ്റ് ഇയർ BBA വിദ്യാർത്ഥി സംരംഭം ആരംഭിച്ചു. ഇന്ന് തേർഡ് ഇയറിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ സംരംഭത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഓർക്കുക, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പരിപാടി പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എങ്ങനെയും പേരൻസിൻ്റെ പണം അല്ലെങ്കിൽ ലോൺ എടുത്ത പണം അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് ആരംഭിച്ച ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി ചെയ്താൽ, അവിടെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ അതിലൂടെ തന്നെ ഒരു ബിസിനസ് ആശയം നമുക്ക് ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ തന്നെ നമുക്ക് മുമ്പിലുള്ള അവസരങ്ങളിലൂടെ പാർട്ട് ടൈമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുവാനായിട്ടൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറികൾ നമ്മുടെ ഈ ചാനലിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെയുള്ള പല അവസരങ്ങൾ വിശദമാകുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു യുവ സംരംഭകയെ ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്താം. എൻ്റെ തന്നെ കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ് ഗായത്രി. അപ്പോൾ ഗായത്രിയിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗായത്രി, വെൽക്കം ടു കരിയർ പാത്വേ. ഗായത്രി, ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഗായത്രി അനിൽകുമാർ. ഞാൻ കുട്ടിക്കാനം മരിയൻ കോളേജിലെ തേർഡ് ഇയർ BBA വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കരനിലാണ്. കരനില മുണ്ടക്കയത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം അല്ലേ? അപ്പോൾ ഗായത്രി എന്ത് സംരംഭകത്വമാണ് ചെയ്യുന്നത്? എന്താണ് ആക്ടിവിറ്റി എന്ന് പറയാം? ഞാൻ ബിസിനസ് ചെയ്യുന്നത് കറി പൗഡർ ആണ് ബിസിനസ് ചെയ്യുന്നത്. എന്റെ തന്നെ പേരിലുള്ള ബിസിനസ് ആണ് ഗായത്രി കറി പൗഡർ. ഗായത്രി കറി പൗഡർ നമ്മുടെ സ്വന്തം പേരിലുള്ള ബിസിനസ്. എങ്ങനെയാണ് ഈ ഒരു കറി പൗഡർ എന്ന ആശയത്തിലേക്ക് വരാനായിട്ട്? അതായത് ഞാൻ BBA ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ ഒരു പ്ലേസ്മെന്റ് അങ്ങനെ കാര്യങ്ങൾ കിട്ടിപ്പോവാന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഓൺടർപ്രണർഷിപ്പിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പം എൻ്റെ ഫാദർ ഓൺടർപ്രണർഷിപ്പ് എന്നൊരു സബ്ജക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോ എന്റെ ഫാദർ 26 ഇയേഴ്സ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അത് ഹോം അപ്ലയൻസ് ബിസിനസ് ആണ്. കോവിഡ് വീട്ടിൽ തന്നെ അതിന്റെ ഒരു ഇതുണ്ട്. അതെ, പക്ഷെ കോവിഡ് ടൈമില് ബിസിനസിനകത്ത് കുറെ ക്രൈസിസ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞ് ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു പ്രോജക്ട്, ഓൺടർപ്രണർഷിപ്പ് എന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രോജക്ട് അതെ, ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു A to Z കാര്യങ്ങൾ, ഫണ്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സാഹചര്യം വന്നപ്പം എനിക്ക് അതിൽ ഇൻട്രസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് അതിനെ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് കണ്ടു. അങ്ങനെ ഒരു അനാലിസിസ് നടത്തി അങ്ങനെ ഫുഡിനെ ബേസ് ചെയ്തുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. അങ്ങനെയാണ് കറി പൗഡറിലേക്ക് എത്തിയത്. ക്ലാസ്സിലെ പ്രോജക്റ്റ് ഒരു ബിസിനസ് ആക്കി മാറ്റി എന്ന് വേണമെങ്കിൽ. എന്താ ഈ ഫുഡിനെ കുറിച്ച് തന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം? കാരണം ഏത് ബിസിനസ് ആണെങ്കിലും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം ഞാൻ വന്നത് ഫുഡിലേക്കല്ലായിരുന്നു. അപ്പൊ ആദ്യം ടൂർ പ്ലാനിങ്ങും അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റും ആയിട്ടായിരുന്നു വന്നത്. പക്ഷെ അത് നമ്മുടെ ഈ ഏരിയ പോലുള്ളൊരിടത്ത് അതിന് സ്കോപ്പ് കുറവായതുകൊണ്ട് അതിന്ന് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നീട് ഫുഡിനെ ചെയ്യാൻ കാരണം നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു കാര്യമാണ് ഫുഡ്. അത് ചെയ്യാമെന്ന് നമ്മുടെ മാർക്കറ്റ് വളരെ വിശാലമാണ്, വൈഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അങ്ങനെ ഫുഡിനെ പറ്റി ചെയ്തപ്പോ തന്നെ നമുക്ക് എന്ത് ഹോട്ടൽ തുടങ്ങണോ, അങ്ങനെ എന്താണെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ വേണം വരാനുള്ളത്. കാരണം ഇപ്പോഴത്തെ കറി പൗഡേഴ്സിലൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് എപ്പോഴും കെമിക്കൽസും ഒക്കെ. അതെ, അങ്ങനെ മായമില്ലാത്ത നിങ്ങളുടെ ഗായത്രി കറി പൗഡർ നമുക്ക് 100% ധൈര്യമായിട്ട് വാങ്ങിക്കാം.
മായം കലർത്തത്തില്ല എന്നുള്ളത് ഗായത്രിയുടെ ഉറപ്പാണ്. നമ്മുടെ ടാഗ്ലൈൻ തന്നെ അതാണ്, എന്താ സ്പൈസ് ഫോർ ഹെൽത്തി ലൈഫ്. പ്യുവർ സ്പൈസ് അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്പൈസൊക്കെ ഇത് എടുക്കുന്ന, ഇതിന്റെ റോ മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാണ്? റോ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് തമിഴ്നാട് തേനിന്നാണ് എടുക്കുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നു. അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് അവിടെ ആണ്. അപ്പൊ അവിടെ നിന്ന് പൊടിച്ച് കൊണ്ടുപോകും മുണ്ടക്കയത്തിന് കൊണ്ടുവരും. അതെ. എന്നിട്ട് ഇവിടെ നമുക്ക് പാക്കിംഗ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പം ഗായത്രി എന്ന പേരിൽ തന്നെയാണ് പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്കാണോ അതോ ഷോപ്പുകൾ വഴിയാണോ ഇതിന്റെ സെയിൽസ്? ഡയറക്റ്റ് നമ്മളിപ്പം ഷോപ്പുകൾ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഒരു ചെറിയ സ്ഥാപനത്തിന് അല്ലെങ്കിൽ പ്രൊമോഷൻ ഒന്നും ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ഇൻ കസ്റ്റമറിലേക്ക് എത്താൻ പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഹോട്ടലുകൾ, റീറ്റെയിൽ ഷോപ്പ് അങ്ങനെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായി ഇപ്പൊ ഈ ബിസിനസ്സിലായിട്ട്? 1 വർഷം കഴിഞ്ഞു. 2023 സ്റ്റാർട്ട് ചെയ്ത് അല്ലേ. എങ്ങനെ ഗായത്രിക്ക് ഇതിനകത്ത് സമയം കണ്ടെത്താൻ കഴിയും? ഗായത്രി ഒരു BBA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ബിസിനസ് നോക്കി നടത്താൻ എങ്ങനെയാണ് സമയമൊക്കെ കിട്ടുന്നത്? സമയം നമുക്ക് ഇരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇവിടെ ക്ലാസ് എൻഡ് ചെയ്യുന്നത് 1:30-ക്കാണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മെരിയൻ കോളേജിൽ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ, ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ്. ഒത്തിരി കുട്ടികളാണെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്താൻ പറ്റും. 1:30 കഴിഞ്ഞുള്ള ടൈം നമ്മൾ ഫ്രീ ആണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ അവിടത്തെ തന്നെ എനിക്ക് ക്യാമറ ആക്സസ് ഉണ്ട്. ഫാക്ടറിയിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ ക്യാമറ 1:30 കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ഞങ്ങൾ അധ്യാപകർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പുറകിൽ പോയിരുന്ന് ഫോണിലൂടെ ഫാക്ടറിയിൽ എന്ത് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി എനിക്കറിയേണ്ടത് ഗായത്രിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനാണോ അതോ ഇനി പഠിക്കണോ, എന്താണ്? അല്ല, എന്റെ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം MBA എടുക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ബിസിനസിനെ പറ്റി ഇപ്പൊ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണല്ലോ ശരിക്കും ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു 2 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് വേണം MBAയിൽ പോയിട്ട് പിന്നീടും എനിക്ക് ഇതിനകത്ത് തന്നെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുക, അതിനോടൊപ്പം ഭാവിയിൽ MBAയും കൂടി പഠിച്ച് ഇതിനെ കൂടുതൽ ഉയർച്ചയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് പ്ലാൻ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് കേരളത്തിൽ ആകമാനം ഉണ്ടോ അതോ ഈ അടുത്തുള്ള ജില്ലകളിലാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? അടുത്തുള്ള ജില്ലകളിലെ. ഓക്കെ. അതായത് കോട്ടയം ജില്ല, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഈ 3 ജില്ലകളിൽ അല്ലേ. ഫ്യൂച്ചറിൽ ബാക്കി ജില്ലകളിൽ എറണാകുളം പോലെയുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് BBA പഠനത്തോടൊപ്പം, അതായത് BBA സെക്കൻഡ് ഇയർ അല്ലേ, സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴല്ലേ ഇതിലേക്ക് വന്നത്? ഫസ്റ്റ് ഇയറിൻ്റെ പ്രോജക്റ്റും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഇയറിൻ്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഒരു ബിസിനസ് ആക്കാൻ ഒരു ശ്രമം നടത്തി അത് വിജയിച്ച ഒരു കുട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. ഇത് കാണുന്നവർക്ക് ഒരുപക്ഷെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലേ. നമ്മളൊക്കെ ഒരു പേരിനൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഫുള്ള് മൈൻഡ് ഇട്ടുകൊണ്ട് ആ പ്രോജക്റ്റ് ഭംഗിയായി ചെയ്ത് അതിലെ കൂടെ തന്നെ ഒരു വിജയത്തിലേക്ക് എത്തുവാനൊക്കെയുള്ള അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭത്വം അതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട്, ഉദാഹരണത്തിന് മെരിയൻ കോളേജിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം. അത് ഉണ്ട്. കാരണം ഞാനിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇയറിൽ തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് വലിയ നോളജ് ഇതിനെപ്പറ്റി ഒന്നും ഇല്ല. ഇങ്ങനെ ഒരു പ്രൊജക്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് വെച്ചപ്പോഴും എൻ്റെ ഫാക്കൽറ്റിയുടെ അടുത്ത്, മെൽബി മിസ് ആയിരുന്നു എൻ്റെ ഫാക്കൽറ്റി BBA. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അവര് 100% എനിക്കത് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിന്നത്. അപ്പൊ പേരൻസിന്റെ ഭാഗത്തുനിന്ന്, ഫാദർ ആണെങ്കിലും മാർക്കറ്റിംഗ് മൊത്തം അണ്ടർടേക്ക് ചെയ്യുന്നത് ഫാദറാണ്, എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും. പിന്നെ അപ്പം ഗവൺമെന്റിന്റെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ MSME ബേസ് ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവർ തന്നെ നമുക്ക് ഓരോ സ്റ്റോൾ ഇടാനായിട്ട് അവസരങ്ങൾ തരാറുണ്ട് ഫെസ്റ്റ് വെക്കുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഫണ്ടുകൾ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾ തന്നെ സെൽഫായിട്ട്? അല്ല, ഇപ്പം നമ്മൾ നിലവിൽ കറന്റ് നമ്മൾ നമ്മുടെ പിന്നെ ഒരു ലോണിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് പ്രോജക്റ്റ് BBAയുടെ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ പ്രോജക്റ്റ് പിന്നീട് ബിസിനസ് ആക്കി മാറ്റിയ ഒരു യുവ സംരംഭയാണ്. ഓർക്കുക, നമുക്കൊക്കെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതൊരു പേരിന് ചെയ്യുമ്പോൾ അത് ഒരു മൈൻഡ്ഫുള്ളായിട്ട് അങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് അതിലൂടെ തന്നെ അവസരം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഗായത്രിയിൽ നിന്ന് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി ഉണ്ടെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ആകാം, അതായത് യുവ സംരംഭത്വത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. നല്ല സ്റ്റോറീസൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഫീച്ചർ ചെയ്യാം.
അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. അതേപോലെ ഗായത്രിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.